ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിരുന്നു. അപ്പോൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു നമുക്ക് മറുപടി തന്നത് ആർക്കൊക്കെയാണ് ചെലവഴിക്കേണ്ടതെന്നാണ്, അല്ലേ? മാതാപിതാക്കൾക്ക് നമ്മൾ ആദ്യ പരിഗണന നൽകേണ്ടത് മാതാപിതാക്കൾക്കാണ്. പിന്നെ അടുത്ത ബന്ധുക്കൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക്, പിന്നെ വഴിപോക്കന് എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിൽ നമുക്ക് ചെലവഴിക്കാം. നിർബന്ധമായും കൊടുക്കേണ്ട സക്കാത്തും ഉണ്ട്, അല്ലാണ്ട് സ്വതക്കയും ഉണ്ടല്ലേ. അപ്പം സക്കാത്ത്, നിർബന്ധമായ സക്കാത്ത് നമുക്കൊരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ളതല്ല. അത് അത് സംഘടിതമായി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ സംവിധാനം അനുസരിച്ച് പള്ളിയിൽ ഏൽപ്പിക്കുക, അവിടെ നിന്ന് സക്കാത്ത് വിങ് ഉണ്ടാവും, അപ്പോൾ അവർ അത് എത്തിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ബൈത്തുൽ മാൽ വഴിയാണ് സക്കാത്ത് വിതരണം നടന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ അടുത്ത ബന്ധുക്കളെയും പിന്നെ അനാഥകളെയൊക്കെ നമ്മൾ നോക്കണം, അല്ലേ? അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുക? ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കണം, അത് നിർബന്ധം തന്നെയാണ്. അത് സ്വതക്കയുടെ രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ല, സക്കാത്ത് നിർബന്ധമായി നമ്മൾ പള്ളിയിൽ ഏൽപ്പിച്ചു, എന്നിട്ട് നമ്മുടെ കയ്യിൽ പിന്നെ അത്രയും പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പള്ളിയിൽ അതിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിലുള്ള സക്കാത്തിൻ്റെ ആളുകളോട് പറയുക, ഇന്ന സ്ഥലത്ത് എൻ്റെ ഒരു ബന്ധുവുണ്ട്, അവർ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, അവർക്ക് കൊടുക്കാൻ നമുക്ക് പറഞ്ഞേൽപ്പിക്കാം. അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, സക്കാത്ത് എന്ന് പറയണത് നമ്മൾ നേരിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കലല്ല, അത് സംഘടിതമായി കൊടുക്കേണ്ടതാണ്. പക്ഷേ സ്വതക്ക അങ്ങനെയല്ല. അപ്പം നമ്മൾ സ്വതക്കയും നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ്. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തത് യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ആയത്താണ്, നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇതിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് യുദ്ധം നിയമമാക്കിയിരിക്കുന്നു എന്ന്. നമ്മൾ 190-ാമത്തെ ആയത്ത് ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധത്തിനെ കുറിച്ച്. ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ തിരിച്ചടിച്ചോ എന്നുള്ള അള്ളാഹുവിൻ്റെ ഒരു അനുവാദം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ യുദ്ധം നിർബന്ധമാക്കുകയാണ് അള്ളാഹു. നിങ്ങൾക്കൊരു നിയമമാക്കിയിരിക്കുന്നു. അപ്പം ഇഷ്ടമുള്ളവർ പോയി യുദ്ധം ചെയ്തോളാനല്ല, നിങ്ങളുടെ മേലെ യുദ്ധം നിയമമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കുത്തിബ അലൈക്കും, കുത്തിബ എന്ന് വെച്ചാൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, അൽ ഖിതാൽ യുദ്ധം, വഹുവ കുർഹുൻ ലക്കും അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും അള്ളാഹു അത് നിർബന്ധമാക്കിയിരിക്കുന്നു. യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്ര സുഖമുള്ള പരിപാടിയല്ല, അല്ലേ? ശാരീരികമായും മാനസികമായും സാമ്പത്തികപരമായും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടും ത്യാഗമൊക്കെ സഹിക്കേണ്ട ഒരു കാര്യമാണ് യുദ്ധം. അപ്പോൾ അള്ളാഹു പറഞ്ഞു തരാണ്, നിങ്ങൾക്കത് അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും, നിങ്ങളതിനെ വെറുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയിട്ടും അള്ളാഹു അത് നിയമമാക്കിയിരിക്കുന്നു. അതിൻ്റെ കാരണം പറയാണ്, അതായേക്കാം അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾക്കൊരു കാര്യം അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരിക്കാം, വഹുവ ഖൈറുൽ ലക്കും പക്ഷേ നിങ്ങൾക്കത് ഗുണമായിരിക്കും. ഇനി വേറെ ഒരു കാര്യം, വഅസ അൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കത് വഹുവ ശർറുൽ ലക്കും അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം. ഇത് ആർക്കാണ് അറിയാം? അള്ളാഹുവിനാണ് കൃത്യമായിട്ട് അറിയാം, അല്ലേ? നമുക്ക് ഇപ്പോൾ ഒരു കാര്യത്തിനോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഭാവിയിൽ ദോഷം ചെയ്തേക്കാം. ഇപ്പോൾ ഇഷ്ടമല്ലാത്തൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്തേക്കാം. അപ്പോൾ അള്ളാഹു പറയാണ്, വല്ലാഹു യഅലം, അള്ളാഹു ആണ് അറിയുന്നത്, വഅൻതും ലാ തഅലമൂൻ നിങ്ങളത് അറിയുന്നില്ല. അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു കാര്യം ഇഷ്ടമായത് കൊണ്ട് മാത്രം അത് നമുക്ക് നന്മ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അള്ളാഹു പറയാണ്, ഇപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമൊന്നല്ലെങ്കിലും തൽക്കാലം നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഇസ്ലാമിനും മുസ്ലിങ്ങളുടെ രക്ഷയ്ക്കൊക്കെ അഭിവൃദ്ധിക്കും അത് അത്യാവശ്യമായതുകൊണ്ടാണ് അള്ളാഹു അത് നിയമമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞുതരാണ്.
അടുത്ത ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവതരിച്ച ആയത്താണ്. ആ സംഭവം ഇങ്ങനെയാണ്. ഹിജ്റ 2-ാം കൊല്ലത്തില് അബ്ദുല്ലാഹിബിന് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുഹാജിറുകളായ 7-8 പേരടങ്ങുന്ന ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിന് വേണ്ടി അയക്കുകയാണ്. അപ്പൊ ഇവർക്ക് പോകുമ്പോൾ എവിടേക്കാ പോണേന്ന് എന്തിനാന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അവരുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാത്രമേ ഈ എഴുത്ത് തുറന്ന് വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ശത്രുക്കളാരും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ച് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഈ കത്ത് തുറന്ന് നോക്കുക. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ളൊരു സ്ഥലമാണ് നഖ്ല. അവിടെ ചെന്നിട്ട് ഖുറൈശികളുടെ നീക്കത്തെക്കുറിച്ച് മനസ്സിലാക്കി വരണം. അതാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവരെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി അതാണ്. അപ്പോൾ ഇവര് ഇടയ്ക്ക് വെച്ചിട്ട് ഇവർ 8 പേരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒട്ടകപ്പുറത്താണ് ഇവർ പോണത്. അപ്പോൾ ഒരു 2 പേർക്ക് ഒട്ടകത്തിന് വഴി തെറ്റിയിട്ട് അവര് വഴി മാറി പോകുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവര് നഖ്ലയിലായിരിക്കുന്ന സമയത്ത് ഖുറൈശികളുടെ ഒരു ചെറിയ കച്ചവട സംഘം അതുവഴി വന്നു. അംർ ഇബ്നു ഹദ്റമിയും വേറെ 3 പേരുമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി. ആ ഏറ്റുമുട്ടലില് അംർ ഇബ്നുൽ ഹദ്റമി കൊല്ലപ്പെടുകയാണ് ചെയ്യണത്. ബാക്കി 2 പേരെ ഇവര് ബന്ധനസ്ഥനാക്കി പിടിച്ചു. 3-ാമത്തെ ആള് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് റജബ് മാസത്തിന്റെ അവസാനത്തിലായിരുന്നു എന്നും, അതായത് റജബ് കഴിഞ്ഞ് ഷഅബാനിലോട്ട് കടക്കണ ആ ഒരു ടൈമിലായിരുന്നു എന്നും, അതല്ല അതിനു മുമ്പ് റജബിന്റെ ആദ്യ ഭാഗം ജമാദുൽ ആഖിറിന്റെ അവസാനം റജബിന്റെ തുടക്കം ആ ഒരു ടൈമിലായിരുന്നു എന്നാണ് അഭിപ്രായം. അപ്പൊ ഏതാണെങ്കിലും ഇവര് അറിഞ്ഞുകൊണ്ടല്ല റജബ് മാസം എന്ന് പറയുന്നത് യുദ്ധം നിഷിദ്ധമാക്കിയ മാസമാണ്. 4 മാസങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു മാസമാണ് റജബ്. റജബ് മാസത്തിൽ യുദ്ധം നടത്താൻ പാടില്ല, അങ്ങനെയായിരുന്നു നിയമം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവർ അറിഞ്ഞുകൊണ്ടല്ല, ഈ റജബ് മാസമായി എന്ന് ഇവർ അറിഞ്ഞിട്ടായിരുന്നില്ല ഈ ഒരു സംഭവം നടന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇവർ ബന്ധനസ്ഥനാക്കി കിട്ടിയതും ഈ കച്ചവട സംഘത്തിന്റെ കിട്ടിയ ഗനീമത്തും ഒക്കെ ആയിട്ട്, ആ യുദ്ധത്തിൽ കിട്ടിയ മുതലും ഒക്കെ ആയിട്ട് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും കിട്ടിയ ആദ്യത്തെ ഗനീമത്താണ്. ഗനീമത്ത് എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്നും പിടിച്ചെടുക്കുന്ന മുതൽ. അങ്ങനെ അതുമായിട്ട് ഇവർ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പോയി അവരുടെ നീക്കം അറിഞ്ഞു വരാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർക്കത് ഭയങ്കര വിഷമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവർ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ ബാക്കിയുള്ള ജൂതന്മാരും ബാക്കിയുള്ളവരും ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ കാരണമായി. കാരണം റജബ് മാസം യുദ്ധം വിലക്കപ്പെട്ട മാസമാണ്. എന്നിട്ട് മുസ്ലിങ്ങൾ ആ മാസത്തിൽ യുദ്ധം ചെയ്യണമെന്ന് പ്രചരിപ്പിച്ചു. അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധം മുതൽ എടുത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ആരോപണത്തിന് അള്ളാഹു നൽകിയ ഒരു മറുപടിയാണ് അടുത്ത ആയത്ത്. നമുക്ക് നോക്കാം. യസ് അലൂനക അനിശ് ഷഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീഹ്. അപ്പൊ അവര് ചോദിക്കും, യസ് അലൂനക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് ചോദിക്കുകയാണ്, എന്താണ് ഹറാമായ മാസം, അതായത് യുദ്ധം നിഷിദ്ധമായ മാസത്തെ പറ്റി അവർ ചോദിക്കുകയാണ്. അപ്പൊ അവരോട് മറുപടി പറയും. കാരണം ഇങ്ങനെ സംഭവം നടന്നല്ലോ. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, ഈ മാസത്തിൽ യുദ്ധം നടത്താൻ പാടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അള്ളാഹു പറയാണ്, തിരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക, കുൽ നീ പറയുക, ഖിതാലിൻ ഫീഹി കബീർ, ആ മാസത്തിൽ യുദ്ധം നടത്തുന്നത് അത് വലുത് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. വസ്വദ്ദുൻ അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തടുക്കുന്നതും, വകുഫ്റുൻ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നതും, വകുഫ്റും ബിഹി വൽ മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ ഹറാമിൽ നിന്നും ആളുകളെ തടയുന്നതും, വ ഇഖ്റാജു അഹ്ലിഹി എന്ന അതിലെ ആളുകളെ അങ്ങോട്ട് കടക്കാണ്ടിരിക്കാൻ നോക്കുന്നതും ഇതിനേലും വലിയ തെറ്റാണ്. മിൻഹു അക്ബർ ഇൻദല്ലാഹ്, അത് അള്ളാഹുവിന്റെ അടുത്ത് ഭയങ്കര തെറ്റാണെന്ന്. കാരണം ഈ മക്ക മുശ്രിക്കുകൾ എന്താ ചെയ്യണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോന്നു, ഇത് 2-ാം വർഷത്തിലാണ് ഈ സംഭവം നടക്കണേ അല്ലെ. ഹിജ്റ പോന്നു കഴിഞ്ഞിട്ട് ആരെയും അങ്ങോട്ട് കടത്തിയിട്ടില്ല. ഈ മദീനത്തുള്ള ഒരാളെയും അങ്ങോട്ട് ഇവർക്ക് ഉംറ ചെയ്യാനോ ഒന്നിനും സമ്മതിച്ചിട്ടില്ല. ഹിജ്റ 6-ാം വർഷം, ഹിജ്റ കഴിഞ്ഞ് വന്ന് 6-ാമത്തെ വർഷമായിട്ടും ആണ് ഇവർ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും ഉംറ ചെയ്യാൻ വേണ്ടി പോണത്. എന്നിട്ടും ഇവർ അങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചില്ല. മക്ക മുശ്രിക്കുകള് സമ്മതിച്ചിട്ടില്ല. അവര് ഹുദൈബിയ എന്ന് പറഞ്ഞ ഒരു കിണറിന്റെ അവിടെ എത്തിയപ്പോൾ ഇവരെ തടഞ്ഞു, പറഞ്ഞു ഇനി അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് അവരായിട്ട് മുശ്രിക്കുകളായിട്ട് സംസാരിക്കാൻ വിടുന്നുണ്ട്. സംസാരിക്കാനായിട്ട് വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്താ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് തവാഫ് ചെയ്തോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തിനെയും ഇങ്ങോട്ട് കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ തവാഫ് ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടത്താത്തതുകൊണ്ട് അദ്ദേഹം തവാഫ് ചെയ്തില്ല. അപ്പോഴത്തേനും ഇങ്ങനെ ഒരു വാർത്ത പരന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പരന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികൾ എല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടിയിട്ട് ഒരു എന്താണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ഇനി നമുക്കിതിന് പ്രതികാരം വീട്ടണം എന്ന് അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുകയാണ്. പക്ഷേ ആ തീരുമാനം എടുത്ത് കഴിയുമ്പോഴത്തേനും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മടങ്ങി വരാണ്. അപ്പം അങ്ങനെ ഒരു സംഘർഷമൊന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഹുദൈബിയ സന്ധി വെക്കണം. ഈ ഒരു സംഭവത്തിന് തൊട്ട് ശേഷം തന്നെ അവർ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഒരു കരാറ് വെക്കുകയാണ്. അപ്പോൾ ആ കരാറിൽ മുഴുവൻ എന്താണ് ഇസ്ലാമിനെ ഏറ്റവും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ഇവർ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞത്, ഈ വർഷം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചു. പറഞ്ഞു, അടുത്ത വർഷം വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉംറ ചെയ്യാം, എന്നിട്ട് 3 ദിവസം നിങ്ങൾക്ക് താമസിക്കാം. പിന്നെന്താ, ഇവിടെ മക്കത്ത് നിന്ന് മദീനത്തോട്ട് പോയിട്ടുള്ളവരൊക്കെ തിരിച്ചയക്കണം. അതേ സ്ഥാനം മദീനയിൽ നിന്ന് മക്കത്ത് വന്നവരെ ആരെയും ഞങ്ങൾ തിരിച്ചു വിടൂല. അങ്ങനെ ഇസ്ലാമിന് ഒട്ടും അനുകൂലമല്ലാത്ത രീതിയിലുള്ള വ്യവസ്ഥകളൊക്കെയാണ് ഇതിൽ വെച്ചത്. എന്നിട്ട് ആ വ്യവസ്ഥയിൽ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിട്ട് അവർ സമ്മതിച്ചില്ല. ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ പറഞ്ഞു. പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയപ്പോൾ അവർ പറഞ്ഞു, അത് വെട്ടണം, ഞങ്ങളത് സമ്മതിക്കില്ല, കാരണം ഇവർ റസൂലാണെന്ന് സമ്മതിച്ചിട്ടില്ലല്ലോ. ഇവർ പറഞ്ഞു അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പം അലി റളിയല്ലാഹു അൻഹു ആണ് ഇത് എഴുതണേ, ഈ സന്ധി എഴുതണേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വെട്ടാൻ ഇങ്ങനെ റസൂലുള്ളാഹ് അല്ല എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആദ്യം സമ്മതിച്ചില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ സന്ധി റെഡിയാക്കി. അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും ആദ്യമായി ഉംറയ്ക്ക് വേണ്ടി മക്കത്തോട്ട് ഇവർ അനുവാദം നൽകണേ ഉംറയ്ക്ക് വേണ്ടിയിട്ട്. ഈ ആളുകളാണ് ഈ പറയണേ കേട്ടോ. ഇപ്പം അതാണ് ഈ അള്ളാഹു പറയണത് ഇവിടെ. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നു, പിന്നെന്താ, നിങ്ങൾ അവിശ്വാസികളാണ്, പിന്നെ മസ്ജിദുൽ ഹറാമിൽ ആളുകൾ പ്രവേശിക്കുന്നതിനെ നിങ്ങൾ മുടക്കാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ നടന്ന സംഭവം അത്ര വലുതല്ല. ഇത് സംഭവം തെറ്റ് തന്നെയാണെന്ന് അള്ളാഹു പറഞ്ഞു. എന്താണ്, ഖുൽ ഖിതാലും ഫീഹി കബീർ എന്ന് പറഞ്ഞു. ആ മാസത്തിൽ യുദ്ധം ചെയ്യണത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനേലും വലിയൊരു തെറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ന്യായവും പ്രായോഗികമാകുന്നു എന്നാണ് അള്ളാഹു നമുക്ക് ഈ ആയത്തിലൂടെ പറഞ്ഞു തരണത്. ബാക്കി ഭാഗം നോക്കാം. വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ. എന്താണ്, ഈ കൊലയേക്കാൾ വലുതാണ് ഫിത്ന. ഫിത്ന എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടാക്കുക, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് ഒരു കൊലയേക്കാൾ വലിയ കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഈ സെയിം ആയത്ത് പറഞ്ഞിട്ടുണ്ട്. അൽ ഫിത്നത്തു അഷദ്ദു, അത് കൂടുതൽ കഠിനമായതാണെന്നാണ് പറഞ്ഞത് അല്ലേ. കൊലയേക്കാൾ കഠിനമായതാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അടുത്തതിൽ പറയണത് വലാ യസാലൂന, അവര് ആയിക്കൊണ്ടേയിരിക്കും, യുഖാത്തിലൂനക്കും, നിങ്ങളോട് യുദ്ധത്തിന് വന്നുകൊണ്ടേയിരിക്കും. ഏതുവരെ, നിങ്ങളുടെ ദീനിൽ നിന്ന് മാറുന്നത് വരെ അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. ഹത്താ യറുദ്ദൂക്കും, റദ്ദാന്ന് വെച്ചാൽ മടക്കുക, നിങ്ങളെ മടക്കുന്നത് വരെ, അൻദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ മടക്കുന്നത് വരെ, അതിൽ നിന്ന് നിങ്ങൾ മാറുന്നത് വരെ അവർ യുദ്ധത്തിന് വന്നുകൊണ്ടിരിക്കും. ഇനി അവർക്ക് സാധ്യമായെങ്കിൽ വമയ്യർത്തത്, ഇനി ആരെങ്കിലും പിന്തിരിഞ്ഞാലും മിങ്കും, നിങ്ങളിൽ നിന്നും ഇപ്പൊ ഇവരിങ്ങനെ യുദ്ധത്തിന് വരികയാണല്ലോ. അപ്പൊ ആ സമയത്ത് തോന്നുകയാണ് ഇപ്പൊ നമ്മുടെ തടിക്ക് നല്ലത് പതുക്കെ മതം മാറണാണെന്ന് തോന്നി ആരെങ്കിലും ഇവിടെ നിന്ന് മാറുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവരെ കുറിച്ച് അള്ളാഹു പറയാണ് ഫയമുസ്, എന്നിട്ട് അവൻ മരണപ്പെട്ടു. അങ്ങനെ ഈ ദീനിൽ നിന്ന് മാറി കാഫിറായിക്കൊണ്ട് അയാൾ മരണപ്പെടുന്നു. വഹുവ കാഫിറുൻ, കാഫിറായിക്കൊണ്ട് അവൻ മരണപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഫ ഉലായിക, എന്നാൽ അക്കൂട്ടർ ഹബിതത് അഅമാലുഹും, അവരുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. ഹബിത്ത് എന്ന് വെച്ചാൽ പൊളിഞ്ഞു പോവുക, പാഴായി പോകുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അവര് അതുവരെ ദീനിന് വേണ്ടി ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു പോകും. ഫി ദുനിയ വൽ ആഖിറ, ഈ ഇഹത്തിലും പരത്തിലും അവർക്ക് യാതൊരു നേട്ടവും ഇല്ല. അവർ പരലോകത്തിന് വേണ്ടി ചെയ്തു വെച്ച കാര്യമായാലും എന്താണെങ്കിലും ഇതിനു മുമ്പ് ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു പോകും. വ ഉലൈക, നിശ്ചയമായും അക്കൂട്ടർ എന്താണ്, അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആളുകളാണ്. ഹും ഫിഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. അതാണ് ഈ ആയത്തിൽ പറയണത്.
അടുത്ത ആയത്തിൽ പറഞ്ഞത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഈ ആയത്തിൽ എന്താണ് ഹിജ്റ വന്നവരെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. നിശ്ചയമായും വിശ്വസിക്കുകയും യാതൊരു കൂട്ടർ ഹിജ്റ പോവുകയും ചെയ്തു. അതിനകത്ത് അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവര് അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. അല്ലെ, അവർ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരുടെ നാടൊക്കെ വിട്ടിട്ട് മക്ക വിട്ടിട്ട് മദീനത്തോട്ട് വന്ന ഈ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച സംഘത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. അവര് ഹിജ്റ വന്നവരാണ്, അവര് അള്ളാഹുവിന്റെ വിശ്വാസികളാണ് ആദ്യത്തെ കാര്യം. പിന്നെ അവര് ഹിജ്റ വന്നവരാണ്, പിന്നെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവരുമാണ്. അവര് അള്ളാഹുവിന്റെ പ്രീതി കാരുണ്യം മാത്രമാണ് അവർ ഉദ്ദേശിച്ചത്. അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പൊ അവർക്ക് സംഭവിച്ചു പോയ ഈ ഒരു തെറ്റ് അവർ അറിഞ്ഞുകൊണ്ടല്ല റജബ് മാസത്തിൽ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അള്ളാഹു അത് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഈ 218 ആയത്ത് മുഖേന അള്ളാഹു അറിയിക്കുകയാണ്. അപ്പൊ ഈ വചനം അവതരിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. കാരണം അവര് നല്ലൊരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ യുദ്ധം മുതൽ വാങ്ങിച്ചില്ല. അപ്പൊ ഇവർ വളരെ വിഷമിച്ചു. ആ ഒരു സമയത്താണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിക്കണത്. അപ്പൊ ഈ ആയത്ത് അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗനീമത്ത് സ്വത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1/5 ഭാഗം സ്വീകരിച്ചു. പിന്നെ 2 പേര് വഴിതെറ്റി പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അവര് തിരിച്ചെത്തിയപ്പോൾ നമ്മൾ പിടിച്ചിട്ട് വന്ന തടവുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്ത. ഖുറൈശികൾക്ക് മുശ്രിക്കുകൾക്ക് വിട്ടുകൊടുത്തു. അപ്പൊ അതിലൊരാള് പോയില്ല, തിരിച്ചു പോയില്ല. അതിലൊരാളും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. അതാണ് സംഭവം. ഈ ആയത്തിൽ വന്നിട്ടുള്ളൊരു പദമാണ് ജിഹാദ് അല്ലേ. വജാഹദു എന്ന് പറയുന്നത്. ജിഹാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വാളെടുത്ത് നടത്തണ യുദ്ധത്തിനല്ല ജിഹാദ് എന്ന് പറയണത്. നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉള്ള ഏതൊരു പരിശ്രമവും ജിഹാദാണ്. അത് കൈകൊണ്ടാവാം, നാവ് കൊണ്ടാവാം, മനസ്സുകൊണ്ടാവാം. അപ്പോൾ ഒരിക്കലും ജിഹാദ് എന്ന് ഉദ്ദേശിക്കണത് യുദ്ധം എന്ന് വെച്ചാൽ വാളെടുത്ത് വട്ടി ഉള്ള കാര്യം മാത്രമല്ല ജിഹാദ് എന്ന് പറയണത്. അപ്പോൾ ജിഹാദിന് കൊടുത്ത ഡെഫിനിഷൻ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രയത്നവും, നമ്മളുടെ ഏതൊരു പ്രയത്നവും ജിഹാദാണ്. ഇപ്പം നമസ്കാരത്തിൽ തന്നെ നമുക്ക് പലപ്പോഴും ശ്രദ്ധ മാറിപ്പോവും അല്ലേ. അപ്പൊ വീണ്ടും വീണ്ടും നമ്മളെ ശ്രദ്ധേനെ നമ്മൾ പിന്നെയും ഈ നിസ്കാരത്തിലോട്ട് കൊണ്ടുവരുന്നത് അതും ഒരു ജിഹാദാണ്. അപ്പോൾ ജിഹാദിന്റെ അർത്ഥം സമരം നടത്തുക എന്നാണ്. അടുത്ത ആയത്തിലും ഇവരുടെ ഒരു ചോദ്യത്തിനെ കുറിച്ചിട്ടാണ് പറയണത്. അവർ ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്താണ് കള്ളിനെ പറ്റിയും ചൂതാട്ടത്തിനെ പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അതിന് എന്ത് മറുപടി കൊടുക്കണം എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ. യസ്അലൂനക നിന്നോട് അവർ ചോദിക്കുന്നു. അനിൽ ഖംർ, കള്ളിനെ. ഖംർ എന്ന് വെച്ചാൽ കള്ളിനെ പറ്റി അവർ ചോദിക്കുന്നു. വൽ മൈസിർ എന്ന് വെച്ചാൽ ചൂതാട്ടം. അപ്പൊ ഈ ഖമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡ് മീനിങ് മറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മള് സ്ത്രീകളുടെ മക്കനേനെ പറയണത് ഹിമാർ എന്നാണ്. അപ്പൊ ഈ എന്താണ് ശരീരത്തെ മറച്ചു വെക്കുന്നതായതുകൊണ്ട്, ബുദ്ധിയെ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് അപ്പൊ കള്ളിന് ഖംർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പിന്നെ മൈസിർ എന്ന് വെച്ചാൽ ചൂതാട്ടം, അതിനെ കുറിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അവർ പറയാണ്, ഖുൽ, അള്ളാഹു പറയാണ്, നീ പറയുക, ഫീഹിമാ ഇസ്മുൻ കബീർ, ഇത് രണ്ടും വലിയ കുറ്റകരമായ കാര്യമാണ്. വമനാഫിഉ ലിന്നാസ്, മനുഷ്യർക്ക് പക്ഷേ ഇതിൽ കുറച്ച് ഉപകാരമുണ്ട്. വ ഇസ്മുഹുമാ, അതിന്റെ രണ്ടിന്റെയും ദോഷം അക്ബറു മിൻ നഫ്ഇഹിമ, അതിന്റെ രണ്ടിന്റെയും ദോഷം അതിന്റെ ഉപകാരത്തേക്കാൾ വളരെ വലുതാണ്. അപ്പൊ ഈ പറയുന്ന 2 കാര്യത്തിലും, കള്ളിലാണെങ്കിലും ചൂതാട്ടത്തിലാണെങ്കിലും കുറച്ച് നന്മയൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ദോഷമാണ് ഈ നന്മയേക്കാൾ ഏറ്റവും വലുതെന്ന്. ഈ മദ്യപാനത്തിന്റെ കാര്യം നമ്മൾ മുമ്പും പറഞ്ഞതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അള്ളാഹു അത് നിരോധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലത്ത് മക്കയിൽ എല്ലാവരും മദ്യപാനികളായിരുന്നു. വളരെ ധാരാളമായി മദ്യം ഉപയോഗിച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പൊ ആദ്യം അള്ളാഹു ഈ വിഷയത്തിൽ ആദ്യമായി അവതരിച്ച ആയത്താണിത്. എന്താണ്, നിങ്ങൾ കള്ളിനെ കുറിച്ച് ചോദിച്ചാൽ പറയുക, അത് ഒരു വലിയ തെറ്റായ ഒരു കാര്യമാണ്. അതിൽ പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഗുണമൊക്കെ ഉണ്ട്. ആ ഗുണത്തിനേക്കാൾ വളരെ ദോഷമാണ് ഇത് എന്നാണ് ആദ്യം അവതരിച്ച ആയത്ത്. പിന്നെ അവതരിച്ച ആയത്ത് സൂറത്തു നിസായിലാണ്. പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കള്ള് കുടിച്ചിട്ട് വരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് അത്ര നല്ല കാര്യമല്ല. പിന്നെ നിസ്കരിക്കുമ്പോൾ ലഹരി ബാധിച്ചുകൊണ്ട് വരരുതെന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഗ്യാപ്പില്ല.
അല്ലെ, സുബഹി കഴിഞ്ഞ് കുറച്ച് നേരമുള്ളൂ, ലോഹർ കഴിഞ്ഞ് ഒട്ടും നേരമല്ലേ, അപ്പൊ തന്നെ അസർ വരികയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ പേരൊക്കെ ആ സമയത്ത് തന്നെ നിർത്തി. അത് കഴിഞ്ഞ് സൂറത്തു മാഇദയിലാണ് അള്ളാഹു കർശനമായിക്കൊണ്ട് മദ്യപാനത്തെ നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറക്കണം. നിങ്ങൾ ഇനി കുടിക്കാൻ പാടില്ല എന്നൊരു കൽപ്പന ഇറക്കണം. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ആദ്യമായി അവതരിച്ച ആയത്താണിത്. അപ്പം ഇതിൽ പറഞ്ഞത് നിങ്ങൾക്കത് കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട്, കാരണം എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുമായിരിക്കും, എന്തെങ്കിലും ചെറിയൊരു സുഖമൊക്കെ അതുകൊണ്ട് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ കണ്ട ആൾക്കാർ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനേലും വലുത് അവർക്ക് ദോഷമാണ് അതിലുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. ഇനി അടുത്തത് അവരുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. വയസ് അലൂനക്ക്, അവർ നിന്നോട് ചോദിക്കുന്നു മാതാ യുംഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ ലാസ്റ്റ് പറഞ്ഞത് ഇതാണല്ലേ. അപ്പൊ അള്ളാഹു പറഞ്ഞ എന്താണ്, ആർക്കൊക്കെ ചെലവഴിക്കണം എന്നാണ് പറഞ്ഞു തന്നത്. അപ്പൊ ഇവിടെ പിന്നെ അള്ളാഹു പറഞ്ഞാണ് കുൽ, നീ പറയുക, അഫ്, നിങ്ങൾക്ക് വിട്ടുവീഴ്ച അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ബാക്കിയുള്ളത് അത് ചെലവഴിക്കുക, നിങ്ങളുടെ അത്യാവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ചെലവഴിക്കുക എന്നാണ്. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് കദാലിക യുബയ്യിനുല്ലാഹു ലക്കും, അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു ആയാത്തിഹി, അള്ളാഹുവിന്റെ ആയത്തുകളെ, ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. ഫക്കറ എന്ന് വെച്ചാൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു ആയത്തുകളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു എന്നാണ് പറയണത്. അപ്പൊ ഇതില് ഒരു ഹദീസ് പറയുന്നുണ്ട്, ഉമർ അലി അള്ളാഹു അൻഹു അള്ളാഹുവിനോട് ഇങ്ങനെ പറയാണ്, അള്ളാഹുവെ, ഞങ്ങൾക്ക് കള്ളിനെ പറ്റിയൊന്ന് മനസ്സമാധാനം നൽകുന്ന ഒരു വിവരം നൽകണമെന്ന്. കാരണം ആ സമയത്ത് എല്ലാവരും ഇത് ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ അത് പറയണത് ധനത്തെയും ബുദ്ധിയെയും നശിപ്പിക്കുന്നു എന്ന് ഉമർ അലി അള്ളാഹു അൻഹു പറഞ്ഞു. അപ്പൊ ആ ടൈമിലാണ് ഈ ഒരു ആയത്ത് അവതരിക്കണം. യസ് അലൂനക അനിൽ ഖംരി വൽ മൈസിർ എന്ന് പറയുന്ന ആയത്ത് അവതരിച്ചത്. ഇത് ഓതിക്കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ സൂറത്തു നിസായിലെ ആയത്ത് അവതരിച്ചു. അപ്പോഴും അദ്ദേഹം ഇത് തന്നെ പിന്നെയും പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സൂറത്തുൽ മാഇദയിലെ ആയത്ത് അവതരിച്ചത്. കാരണം ഇത് മൊത്തമായിട്ട് നിരോധിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കണത്. പിന്നെ സ്വഹാബികളിൽ പെട്ട കുറച്ചു പേര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളുടെ ധനത്തിൽ നിന്നും ചെലവഴിക്കേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ആ സമയത്താണ് ഈ ഒരു ആയത്ത് ബാക്കി പോർഷൻ അവതരിക്കണേന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ പറഞ്ഞത് കുലിൽ അഫ്, വിട്ടുവീഴ്ച ചെയ്യാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കാൻ. ഇപ്പൊ ചിലവര് എങ്ങനെയാ വെച്ചാൽ സ്വന്തം ആവശ്യത്തിന് പോലും എടുത്തു വെക്കാണ്ട് മുഴുവൻ ചെലവഴിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അൻസാരികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവര് കൂടുതൽ ത്യാഗമനസ്കരായിരുന്നു. അവരുടെ ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ളത് വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ചെലവഴിക്കാം. ആദ്യം നീ നിന്റെ ദേഹം കൊണ്ട് ആരംഭിക്കുക. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കുക. അതിനുശേഷം വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടുകാർക്ക് നൽകുക. വീട്ടുകാർക്ക് എടുത്തു കൊടുത്തിട്ട് അതിനുശേഷം അതിനും ബാക്കിയുണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയേണ്ടത്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഉയർന്നു നിൽക്കുന്ന കൈ താന്നു നിൽക്കുന്ന കൈയേക്കാൾ ഉത്തമമാകുന്നു. അതായത് ഉയർന്നു നിൽക്കുന്ന കൈ എന്ന് വെച്ചാൽ കൊടുക്കുന്ന കൈ വാങ്ങിക്കുന്ന കൈകളേക്കാൾ ഉത്തമമാകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തന്ന മറുപടിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യത്തെ ഭാഗം പറഞ്ഞത് നമ്മൾ യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് അതിൽ നന്മയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഹറാമായ മാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതൊരു സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ വിഷയം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ജിഹാദ് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞു. ആദ്യം അതിൽ വിശ്വാസമാണ് ആവശ്യം. വിശ്വസിച്ചാൽ മാത്രമാണ് അവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അവസാന സമയത്തിന് വിശ്വാസം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതുവരെ ചെയ്തു വെച്ച എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്ന അള്ളാഹു പറഞ്ഞവരാണ്. പിന്നെ പറഞ്ഞത് ഹംറിനെ കുറിച്ചും മൈസറിനെ കുറിച്ചും എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് അതിനുള്ള മറുപടിയാണ് അള്ളാഹു പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.